ഷിജുസ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൂട്ടുകാരെ, അതെ അതെ, ഞങ്ങൾക്കും സുഖം തന്നെയാണ്. കാരണം നിങ്ങൾ കൂട്ടുകാർ തരുന്ന സപ്പോർട്ട് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കത്തുമില്ല. നിങ്ങൾ തരുന്നത് ഞങ്ങൾക്ക് തരുന്ന ഒരു നിധി തന്നെയാണ് ഈ സപ്പോർട്ട്. കാരണം നിങ്ങൾ ഞങ്ങൾക്കൊരു കൂടപ്പിറപ്പിനെ പോലെ തന്നെ, അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഇപ്പൊ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കാരണം നിങ്ങൾ ചില കമന്റിൽ മക്കളെ എന്നുള്ള സംസാരവും എല്ലാവരും കമന്റ് ഇടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ചിലപ്പോൾ എല്ലാവർക്കും കമന്റ് ഇടാൻ അറിയണമെന്നില്ല. അറിയാത്തവർ ഞങ്ങളെ വിളിച്ച് അവരുടെ അതെ ചിലര് വിളിച്ചൊക്കെ പറയാറുണ്ട്, എനിക്ക് കമന്റ് ഇടാൻ അറിയാമല്ലോ കേട്ടോ, ഞാൻ നിങ്ങളെ എന്നാലും വിളിച്ചു പറയണം എന്നൊക്കെ ഞങ്ങളെ വിളിച്ചോ. അതെ, കാരണം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ഒരു അതെ. അപ്പൊ കൂട്ടുകാരെ, ഇന്ന് ശരണ്യ വന്നിരിക്കണ വേറൊന്നുമല്ല, 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇതിന് ഞാൻ ഫുൾ സപ്പോർട്ടാണ്, എല്ലാ വീഡിയോയ്ക്കും ഫുൾ സപ്പോർട്ടാണ്. പക്ഷെ എന്നാലും ഇത് എനിക്ക് കൂടി ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ്. എണ്ണ അല്ലാത്ത പലഹാരം ശരണ്യ ഇന്ന് വെക്കണ്ട, നമുക്ക് നാളെ വെച്ചാ മതി എന്ന് പറയും. കാരണം ഇത് ആവി വേകണം. അത് എന്തുകൊണ്ടാണ്? ഏത്തപ്പഴം കൊണ്ട്, അതുകൊണ്ട് വീണു. ഏത്തപ്പഴം കൊണ്ട് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അത് കാരണം വീണു. അതും ആവി വേകണ പലഹാരം എന്ന് വെച്ചാൽ അടിപൊളി. ആ ആവിനൊന്ന് എടുത്തിങ്ങനെ തുറക്കുമ്പോ അതിൻ്റെ ഒരു ആവി പോകുന്നതൊന്ന് കാണണമെങ്കിൽ സൂപ്പർ. കൂട്ടുകാരെ, അപ്പൊ അധികം ഒന്നും പറഞ്ഞത് വലുതാക്കുന്നില്ല. അപ്പൊ നമ്മൾ സ്വർഗത്തിലോട്ട് പോയാലോ? അടുക്കളയിലോട്ട് പോകാൻ സ്വർഗം, ശരണ്യയുടെ സ്വർഗം. കൂട്ടുകാരെ പറഞ്ഞു കേട്ടോ, അതാണ് ഞാൻ പെട്ടെന്ന് പേടിച്ചു ഇങ്ങനെയൊക്കെ പറയാം. അതെ, ഇതെന്താണ് ഇങ്ങനെ? ശരണ്യയുടെ സ്വർഗം, ശരണ്യയുടെ അടുക്കള, അതൊരു വലിയൊരു ഇതാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി അങ്ങനെ പറഞ്ഞപ്പോ തന്നെ. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ശരണ്യ പറഞ്ഞ പോലെ ശരണ്യയുടെ സ്വർഗത്തിലോട്ട് കൂട്ടുകാർക്കും വരാം കേട്ടോ. അപ്പൊ നമുക്ക് അടുക്കളയിലോട്ട് പോയേക്കാം. അടുക്കളയല്ല, സ്വർഗം. അതെ. അപ്പൊ കൂട്ടുകാരെ, ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഞങ്ങളെ കൂട്ടാക്കണം. ശരണ്യ, നമ്മുടെ കൂട്ടുകാരെത്തി, ഒന്ന് പറഞ്ഞുകൊടു കൂട്ടുകാരോട്. ഞാൻ 2 ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ആവിക്ക് വേകണം. ആവിക്ക് വേണ്ടി ഇങ്ങനെ പുഴുങ്ങി തിന്നാനല്ല കേട്ടോ, അല്ല അതിന് വെന്ത് ഉടച്ച് നമ്മളിങ്ങനെ തവി എടുത്തിങ്ങനെ ഉടച്ചൊടച്ച്. എന്റെ പൊന്നെ, ശരണ്യയുടെ മുഖം പോണ പോക്ക് കാണണ ഉടക്കണേന്റെ കണ്ട. അപ്പൊ അത് 2 ഏത്തപ്പഴം അങ്ങോട്ട് ആവിക്ക് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്കിനി ബാക്കി പരിപാടിക്ക് പോവാം. ശരണ്യ, എന്തോ ശർക്കര ജീവിയാണോ? ശർക്കര ജീവിയാണ് കുട്ടികളെ. ശർക്കരയും വേണം, പിന്നെ നമ്മുടെ ആട്ടപ്പൊടി വേണം, പിന്നെ ഇച്ചിരി തേങ്ങ വേണം, ഇച്ചിരി ജീരകം വേണം, തുള്ളി വെളിച്ചെണ്ണയും വേണം. ആണല്ലേ, അത്രയും സാധനമാണ് വേണ്ടിയത്. അപ്പൊ ഞാൻ ഇത് ഒന്ന് അരിഞ്ഞെടുക്കാം. അല്ല, അപ്പൊ ശർക്കര നമുക്ക് പാനിയാക്കണ്ടേ? പാനിയാക്കത്തില്ല, ഇതിന് പാനിയാക്കണ്ട. ഞാൻ പാനിയാക്കണ എനിക്ക് എളുപ്പമല്ലേ, ചാത്തി കൊണ്ട് 2 വെട്ടി അങ്ങോട്ട് വെച്ചാ പോരായിരുന്നു. പാനിയാക്കാനല്ല, ഇങ്ങനെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് എന്തിനായോ നമുക്ക് കാണിച്ചു തരാൻ കൂട്ടുകാരെ. പേടിച്ചു പോയി, ഞാൻ തന്നെ പേടിച്ചു പോയി. എന്താണ് ഈ പറയണം? പറഞ്ഞ കൂട്ടുകാർക്ക് മനസ്സിലാകത്തില്ല, ഞാൻ പറയുമ്പോ അത് കണ്ടാലേ മനസ്സിലാകത്തുള്ളൂ. ശരി. എന്തോ ശർക്കര അമ്മേ, ശർക്കര വേണേ അങ്ങോട്ടൊന്ന് ചീവി കൊടുത്തേരി. കാരണം ആ ചീവുമ്പോ ആ മുഖം പോണ പോക്ക് കണ്ട. തേങ്ങ തിന്നാൻ പോണ ജോലിയുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഞാൻ ജീരകം അല്ല ഞാൻ പറഞ്ഞേ, പക്ഷെ ജീരകം അല്ല വേണ്ടി ഏലക്ക. എനിക്ക് ജീരകം
ഏലക്കയുടെ പേര് എപ്പോഴും മറന്നു പോകും. തിരിഞ്ഞു. അല്ലെങ്കിലും ഇന്ന് ഇച്ചിരി എല്ലാ പെശകാണ് പറയണത് അല്ലേ. ജീരകം, ഏലക്ക, ജീരകം. നമുക്ക് ഇത് കൊടുത്തേക്കാം, ഇമ്പോസിഷൻ കൊടുത്തേക്കാം. ഒരു 10 പ്രാവശ്യം വെച്ച് ഏലക്കായ എഴുതണം, 10 പ്രാവശ്യം വെച്ച് ജീരകം. അതെ, സരസമ്മ ടീച്ചർ ഉത്തരവിട്ടിട്ടുണ്ട് അല്ലേ. ശരണ്യക്കുട്ടി അനുസരിക്കുക. അപ്പൊ മൊത്തം 20 പ്രാവശ്യം അല്ലേ അമ്മ? ഈശ്വര. എന്തായി നമ്മുടെ പഴമൊക്കെ വെന്താ? അപ്പൊ കൂട്ടുകാരത് നമ്മളെ ഏത്തപ്പഴം വെന്തിരിപ്പുണ്ട്. ഇതിന്റെ തൊലിയെല്ലാം പൊളിക്കണം. പിന്നെ ഒന്ന് തവി വെച്ച് ഇങ്ങനെ ഉടച്ചെടുക്കണം. എന്നിട്ട് ഉടച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. എന്നാ ഉടക്ക്. കൂട്ടുകാരും കാണട്ടെ ശരണ്യ ഉടക്കുന്നത് എങ്ങനെയാണെന്ന്. കൈ പൊള്ളുന്നുണ്ടല്ലേ. എന്നാ അമ്മേനെ വിളി അത് പൊളിക്കാൻ. ചൂടോടെ വേണം ഇത് ഉടയ്ക്കാൻ. നമ്മുടെ അമ്മ എത്തുന്നുണ്ട്. എന്നാ ശരണ്യ ഇപ്പുറത്തായിട്ട് വെച്ചെന്നാ കൂട്ടുകാർക്കും കൂടി കാണാമായിരുന്നു. ഇപ്പൊ കാണാം. നല്ല അടിപൊളിയായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി എന്താണ് ഉടക്കാൻ അമ്മ പാത്രമൊക്കെ തവിയൊക്കെ കൊണ്ടുവന്നു. ഗുരുവാ? ഓ ഈശ്വര. എവിടെ ഗുരു? ഗുരു എവിടെയാണെന്ന് ഞാൻ കേട്ട ഗുരുവാണ്. ഞാൻ കേട്ടത് ഒരു ഗുരുവാണ്. അയ്യോ ഞാൻ ഞാൻ കേട്ടത്. നമുക്കൊരു ചെറിയ തമാശയൊക്കെ വേണ്ടേ ശരണ്യ? എന്റെ ശരണ്യനെ ഞാൻ കരയിപ്പിക്കുക കണ്ട. എന്നാ ഒരു പണി ചെയ്യ് ശരണ്യ, അമ്മേനെ കൊണ്ട് ഉടപ്പിക്ക്. പാടാണെങ്കിൽ പാടില്ല. അല്ല ശരണ്യൊക്കെ ഒരു പാട്ട് പാടണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. അടിപൊളിയായിട്ട് പാട്ട് പാടി. സുധിയും വന്നായിരുന്നു അതിൻ്റെ ഇടക്ക്. അയ്യോ എന്റെ കൂട്ടുകാരെ, ശ്രുതി എന്ന് പറഞ്ഞ ശരണ്യ ചിരിക്കാൻ വകയാണ് കേട്ടാ. എന്റെ ദൈവമേ, നമ്മുടെ അച്ഛൻ കോമഡി പറഞ്ഞതാണ്. പറഞ്ഞ ശ്രുതിയാണ്. പിന്നെ ഞാൻ പറഞ്ഞെന്നേ ഉള്ളു ശ്രുതിയും വന്നാന്ന്. എന്റെ പൊന്നെ കൂട്ടുകാരെ, ശ്രുതി എന്ന് പേരുള്ള ആരും എന്നോട് പിണങ്ങല്ലേ. ആണ്. ഇത് കൊള്ളാമല്ലോ, നല്ല അടിപൊളി. മറ്റേ ഇതുപോലെ ഉണ്ടല്ലേ, നമ്മൾ എന്നാണ് കപ്പ കുഴക്കണ പോലെയൊക്കെ തന്നെ തോന്നുന്നുണ്ട് അല്ലെ. ഞാനിത് കണ്ടിട്ട് മറ്റേ കപ്പ കുഴച്ച് വെച്ചിരിക്കുന്നതിന്റെ അതേ രീതിയിൽ തന്നെ തോന്നുന്നു. അതും ഇടണം അല്ലേ. അതെന്താന്ന് കൂട്ടുകാരോട് പറഞ്ഞു കൊടു. ആട്ടപ്പൊടി. ഗോതമ്പന പറയും. എന്റെ ഈശ്വര, ഇന്ന് മൊത്തം ബേജാറാണ് കേട്ട. എന്റെ ഈശ്വര ഭഗവാനെ, ഇന്ന് അച്ഛനില്ലാതെ പോയി. ചിരിച്ച് അച്ഛനിപ്പോ വരും. ഇനി ഇതില് ശരണ്യ പറഞ്ഞ ഏലക്കായൊക്കെ ഇടുവന്നു അല്ലേ. അല്ല, ഇനിയും പണി കിടപ്പുണ്ട്. അപ്പൊ കൂട്ടുകാരെ, ഇനി
നമുക്ക് തവയിട്ട് ഇളക്കാനുള്ള ഇത് ഒക്കത്തില്ല. എനിക്ക് കൈ തന്നെ വേണം. കൈ തന്നെ വേണം. എണ്ണ ഒഴിക്കണ്ടേ? ആ കണ്ട അമ്മക്കും അറിയാം. അമ്മയോട് പറഞ്ഞായിരുന്നല്ലേ ശരണ്യ നേരത്തെ. ശരണ്യ പറഞ്ഞായിരുന്നു. നമുക്ക് എന്നേരം നെയ്യ് ഒഴിച്ചാലോ? ഇച്ചിരി എണ്ണ ഒഴിക്കാം. മറ്റേ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഒഴിക്കാം. രുചിക്ക് ഇരിക്കട്ടെ. ആ എന്നാ നെയ്യും എണ്ണയും കൂടി മിക്സിങ് ആണല്ലേ. ആ എണ്ണ ഒഴിക്കട്ടെ. ആ എണ്ണയൊക്കെ കുറച്ച് ഒഴിച്ചാൽ മതി അമ്മ. കാരണം അമ്മയെ കൊണ്ട് എണ്ണ ഒട്ടിക്കാൻ കൊള്ളത്തില്ല. കാണാൻ തന്നെ അയ്യോ പറയണ ആള് എണ്ണ അധികം ദീർക്കിയല്ല. ഈ വീട്ടിൽ എണ്ണ കുറച്ച് ഉപയോഗിക്കണ കൂട്ടുകാരെ ഈ ഞാൻ മാത്രമേ ഉള്ളു. ഒന്ന് കൂട്ടുകാരുടെ മുഖത്ത് നോക്കി ഒന്ന് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ആളാണ്. അത് കൊള്ളാം. ആഹാ ശരണ്യ നല്ല അടിപൊളിയായിട്ട് മാവക്ക കുഴച്ചൊക്കെ വെച്ചിരിക്കുക. ഇരിക്കട്ടെ അല്ലേ. പിന്നെ ഒന്ന് കൂട്ടുകാരുടെ ഒക്കെ പറഞ്ഞു കൊടു. കൂട്ടുകാരെ ഇതാണ് തേങ്ങ. ആ അല്ല അത് കൂട്ടുകാർക്കും അറിയാം. എൻ്റെ ദൈവം ഞാൻ ചട്ടി വെച്ച് അതിൽ തേങ്ങ ഇട്ടു. പിന്നെ ഇച്ചിരി നെയ്യ് ഒഴിക്കണം. ആ അല്ലേ എല്ലാം പോയാ കൂട്ടുകാരോട് എല്ലാം പറഞ്ഞിട്ടല്ലേ സാധാരണ ചെയ്യുന്നത്. ദേ നമ്മുടെ അച്ഛൻ എത്തി. അവര് ചിരിച്ചെന്നാ പറഞ്ഞത്. ശല്യ ചിരിച്ചെന്നാ അവരോട് ചിരിച്ചപ്പോ ശല്യൊക്കെ എന്ത് പറ്റി? ആ ശരണ്യ ഇടയ്ക്കൊരു കോമഡി ഒക്കെ വേണ്ടേച്ചാ. അപ്പൊ ഞങ്ങൾ ഞങ്ങള് ചിരിച്ചത് ശരണ്യ അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അങ്ങോട്ട് അച്ഛൻ ശരണ്യ അച്ഛനൊന്നും അറിഞ്ഞില്ല. ശരണ്യ അച്ഛനെ പാട്ട് പാടുന്നത് നല്ലതാണെന്ന് കൂട്ടുകാരോട് പറഞ്ഞു. അച്ഛൻ ലൈവില് പാട്ട് പാടിയില്ലേ അന്ന്. അത് നല്ലതാണെന്നൊക്കെ കൂട്ടുകാരോട് പറഞ്ഞു. ആ എന്നെ ഏലക്ക. അപ്പൊ ഈ തേങ്ങയൊന്ന് മൂത്ത് വന്നല്ലേ. മൂക്കണ്ടേ? മൂക്കണ്ട. ഒരു പഞ്ചസാര. എന്ത് പറ്റി എന്റെ ശരണ്യക്ക്? പഞ്ചസാരയൊക്കെ കുറച്ച് മതി. അപ്പൊ അതേ കണ്ട കൂട്ടുകാരെ അങ്ങനെ ശർക്കരയും കിടന്ന് നമ്മുടെ തേങ്ങ പെരുണ്ടണ്ടിരിക്കുകയാണല്ലേ. വരട്ടി വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ട അച്ഛനും കൂടി വന്നപ്പോ അങ്ങോട്ട് കണ്ട വെറുതെ വെച്ചാ ഇത് 4 മണി പലഹാരം തന്നെ. അപ്പൊ ഇപ്പൊ ആവുന്നേ ഇപ്പൊ റെഡിയാക്കി തരും. ശരണ്യ ഇനി അടുത്ത പരിപാടി എന്നാന്ന് കൂട്ടുകാരോട് പറഞ്ഞു കൊടു. നേരാണല്ലോ. കൂട്ടുകാരെ വീണ്ടും ശരണ്യ എള്ളൊക്കെ വറുക്കാൻ തുടങ്ങി. അതെ അച്ഛനാ കൂട്ട് നിന്ന് കൊടുത്തോണ്ടിരിക്കണം. എന്തിനും തയ്യാറായിട്ട്. എങ്ങനെയുണ്ട്? അച്ഛൻ വന്നപ്പോഴേ അച്ഛന് മണി കിട്ടി. അല്ല 4 മണി എന്ന് പറയണ 5 മണി ആവും. വാഴയില കിട്ടിയില്ലെങ്കിൽ എന്നാ ഓടിപ്പോയൊരു വാഴയില എടുത്തോണ്ട് വരൂ. ഓടിപ്പോയൊരു വാഴയില എടുത്തോണ്ട് വാ ശരണ്യ. 2 പീസ്. ആ അപ്പൊ ആ എള്ളൊക്കെ വറുത്ത് കൂട്ടുകാരെ. വറുത്ത എള്ളു കൂടി ഇതിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂട്ടുകാരെ. കണ്ട നല്ല അടിപൊളി എള്ളു നിവേദ്യം പോലെയൊക്കെ ആയിട്ടുണ്ട്. കൂട്ടുകാരത്തെ ഇവിടെ 3-4 മുന്തിരിയും കൂടി ഇരിപ്പുണ്ട്. എന്നാ അതുകൂടി ഇട്ടേക്കാന്ന് ഓർത്തല്ലേ.
നമ്മൾ എന്താ കൂട്ടുകാരെ അതില്ലെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ എന്റെ ഇഷ്ടത്തിന് ഞാൻ എല്ലാം ഓരോ രീതിക്ക് ചെയ്യുന്നു. എങ്ങനായി തീരുമെന്നൊന്നും എനിക്കറിയാൻ മേലെ എന്റെ കൂട്ടുകാരെ. ആ ഇനിയാണ് നമുക്ക് പണി കിടക്കുന്നത്. ആ അപ്പൊ എന്റെ കൂട്ടുകാരെ ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാവോ, കുറച്ച് ഗോതമ്പ് പൊടി എടുത്ത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് തിരുമണം. ആ എന്നിട്ട് അത്ത ഇടണ പോലെ അങ്ങോട്ട് ഇടണം. എന്നിട്ട് ആ ശരണ്യയുടെ നോട്ടമൊക്കെ കണ്ട എന്റെ കൂട്ടുകാര്. തമാശ നോക്കുന്നത് കേട്ടോ കാര്യം. അപ്പൊ നമുക്ക് ചപ്പാത്തി പോലെ ഒരു ഉണ്ടി എടുത്ത് നമുക്ക് ഉരുട്ടണം. നമ്മുടെ അച്ഛൻ വാഴയിലയായി എത്തിയിരിക്കുകയാണ് കൂട്ടുകാരെ. കണ്ട അതില്ലേ ഒരു കഴിയിട്ട് ഒരു പാത്രം വെക്കുന്ന രൂപത്തിന് വട്ടത്തിൽ ഒരു കിണ്ണത്തിന്റെ വട്ടത്തിൽ എടുത്തോ. ഏതെടുത്തോ എന്റെ ദൈവമേ പറയണ കേട്ടാ. അമ്മ ഒരു പാത്രം അങ്ങോട്ട് എടുത്തു കൊടുത്തേ അമ്മ. ആ അപ്പൊ ഇതങ്ങോട്ട് പരത്താൻ പോവുകയാണ്. അങ്ങനെ ശരണ്യ വട്ടത്തി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാണമ്മ? ആ അതെ 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 ശരണ്യ. ഭയങ്കര പാടാണല്ലേ. അവിടെ അച്ഛനും അമ്മയും കൂടി ഇലയൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുക. ആകെ ഒന്ന് കാണിച്ചു കൊടുത്തേ. കണ്ട നെയ്യിന്റെ പുറത്തോട്ട് വയ്ക്കണം. ആ നെയ്യൊക്കെ തീർന്ന് നെയ്യ് വേറെ ഉണ്ട്, അത് ഞാൻ വെച്ചിട്ടുണ്ട് പാത്രം. അപ്പൊ നമുക്ക് ഇനി ഇതെടുക്കാം. പെയ്യ് എടുക്കണം. എടുത്തിട്ട് വേണം ഇതിലാട്ട് വെക്കാൻ. ഓ എടുത്തല്ല, നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അല്ലേ അല്ലേ അച്ഛാ? അടിപൊളിയല്ലേ അമ്മേ? സൂപ്പർ. അപ്പൊ ഇനി ഇതുപോലെ അടുത്ത ഷീറ്റും കൂടെ ഇതുപോലെ പരത്തി വെക്കുക. അപ്പൊ പരത്തിയിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്തോ എവിടം വരെ ഞാൻ പരത്തി തീർന്നു. നാലാമത്തെ കൂടെ തീർന്നു. രണ്ടാ കൂട്ടുകാരെ എന്താ നല്ല അടിപൊളിയായിട്ടാണ് ശരണ്യ കണ്ടത്. ഈ കട്ടിയില് വേണം പരത്താൻ, അല്ലാതെ കനം കുറച്ച് പരത്താൻ പറ്റും. എവിടെ കാണിച്ചു കൊടുത്തേ കൂട്ടുകാരെ? കണ്ടാ 4 എണ്ണമായി. അതെ അതെ ആ അതെ ആ. ഇനി എന്താണ് ചെയ്യണമെന്നൊന്ന് കൂട്ടുകാരെ കാണിച്ചു കൊടുത്തേ. അതെ അതെ അച്ഛനും എടുത്ത് സഹായിക്കുന്നുണ്ട്. അതൊന്നും ലൂസാകണ്ട. അപ്പൊ വെച്ചു കൊടു. എന്താ കൂട്ടുകാരെ അങ്ങനെ അപ്പൊ ശരണ്യ അതേ കണ്ട ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ അറിയാവോ? അപ്പൊ നമുക്ക് എടുത്ത് ഇതിന്റെ പുറത്തിട്ട് മൂടി വെച്ചേക്കാണ് അല്ലേ? അതെ ഒന്നും ഈ ചവിത്താതിരിക്കാൻ മൂടി വെക്കുകയല്ലേ നമ്മള്. അതുപോലെ മൂടി വെക്കണം. കാരണം ആ ശർക്കര പീര പിന്നെയും വെക്കണുണ്ടോ? കണ്ടോ അങ്ങനെ കൂട്ടുകാരെ രണ്ടാമത്തെ ലെയറും റെഡിയായല്ലേ? മൂന്നാമത്തെ വെക്കാൻ പോണം. അതെ അപ്പൊ മൂന്നാമത്തെ ലെയറാണ്. എന്താണ് അമ്മ ഇതിനൊന്നും കൂട്ട് നിക്കാത്ത പോലെ? അതെ ഇതിപ്പോ ഒരാൾ ചെയ്യേണ്ട കാര്യല്ലേ? അതെ അതെ അതിനും കൂടെ ശർക്കര വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്തെടുത്തിടാം. അടിപൊളിയാക്കിയല്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാമോ? ഇങ്ങനെ മടക്കണം. മടക്കി കൊടുക്കണം. മടക്കി കാണിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കൂട്ടുകാരെ. അങ്ങനെ ശരണ്യ എല്ലാം കണ്ട അങ്ങോട്ട് മടക്കി അല്ലേ? അപ്പൊ എല്ലാം മടക്കി ഒത്തിരി താമസം ഉള്ളതുകൊണ്ടാണ് കൂട്ടുകാരെ ഫുള്ളായിട്ട് കാണിക്കാൻ.
അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാനാ, ഈ മൂടി എടുത്ത് ഇങ്ങനെ മൂടണം. മൂടിയിട്ട് പാത്രത്തിലാക്കണം. ആ പാത്രത്തിലോട്ടാക്കണം. ആ പാത്രം ഒന്ന് പിടിച്ചു കൊടുച്ചാ, അല്ലെങ്കിൽ ചിലപ്പോ താഴെ പോയാ. ഇതെനിക്ക് കൊണ്ടുപോകാനല്ലേ പിന്നെ. എന്നാ ഇങ്ങോട്ട് കൊണ്ടുപോവാ കൂട്ടുകാരൻ. ആ ഇഡലി പാത്രം അച്ഛൻ ഇങ്ങോട്ട് എടുത്ത് വരും. ഇതെല്ലാം എന്നെ കൊണ്ട് ജീവിക്കണം. അമ്മ ദേ അവിടെ പോയി ഒന്ന് ചിരിക്കണം എന്ന്. ഇല്ല, അമ്മ അവിടെ പോയിരുന്നൊരു സൂഹിക്കണേ. അപ്പൊ കൂട്ടുകാരെ ശരണ്യ ഒന്ന് കൂട്ടുകാരോട് പറ ഇഡലി പാത്രത്തിൽ ആക്കിയത്. ഞാൻ വെച്ചോളാം. എന്നെ കൊണ്ട് ഇത്രയും ചോദിക്കാൻ എനിക്കറിയാം കേട്ടോ. കൂട്ടുകാർ കാണുന്നുണ്ട്, കൂട്ടുകാർ പറഞ്ഞ് കൂട്ടുകാർ കാണുന്നുണ്ട് എന്നെ കൊണ്ട് ജീവിക്കണം. അച്ഛൻ ചെയ്യാൻ തയ്യാറായിരിക്കുമ്പോ ഞാനെങ്ങനെ വേണ്ടെന്നും പറഞ്ഞ് ഓടിച്ചു വിടുന്നു. അതെ അതെ. കൂട്ടുകാരെ ഇതൊന്ന് മൂടി വെച്ച് 20 മിനിറ്റ് കഴിയുമ്പോ നമുക്കിത് തുറന്നു നോക്കാം. നീരുണ്ടല്ലോ നീ മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാനതാണ് നോക്കുന്നത്. കാലിക്കുപ്പി കണ്ടത്. എനിക്കതെ നമുക്ക് ദോശ ഉണ്ടാക്കുമ്പോ ദോശയുടെ കൂടെ എന്തോ 4 മണിക്കെങ്കിലും 4-4:30 അല്ലെ 5 5 മണിക്ക് ഉറപ്പായിട്ടും ഇവിടെ കാപ്പി കൂടി ഉണ്ടാവും. പട്ടയപ്പം റെഡിയായി. അപ്പൊ അതുവരെ എത്ര നേരം ഇത് വേണം? 20 മിനിറ്റ്. 20 മിനിറ്റ്. ഇപ്പൊ എത്ര മണി? സമയം നോക്കുമ്പോ അപ്പൊ കൂട്ടുകാരെ 20 മിനിറ്റ് ആകുന്നവരെ വെയിറ്റ്. ഇപ്പൊ കൂട്ടുകാരെ അതെ ശരണ്യ അതെ ഇത് ഗ്യാസൊക്കെ നിർത്തിയിട്ടുണ്ട്. എടുക്കാൻ പോവുകയാണ്. ആവി കയ്യേൽ അടിക്കരുത് കേട്ടാ ശരണ്യ, സൂക്ഷിക്കണം. അല്ലെങ്കിൽ അമ്മേനെ കൊണ്ട് തുറപ്പിക്കാം. കൈ പൊള്ളുവാ. ഇറക്കി താഴത്ത് വെച്ച് തന്നെ വേണ്ട. അടിപൊളി. ആഹാ സൂപ്പറായിട്ടുണ്ട് എന്ന് തോന്നുന്നു. വാഴയില ആ കണ്ട കൂട്ടുകാരെ, അടിപൊളിയായിട്ട് സൂപ്പർ. ശരണ്യത എടുത്തോണ്ടിരിക്കുകയാണ്. അത് കാണുമ്പോ തന്നെ കൂട്ടുകാരെ അറിയാലോ, നല്ലൊരു ഭംഗിയില്ലേ അല്ലേ? അല്ലേ കൂട്ടുകാരെ? സൂപ്പർ, അടിപൊളി. നല്ല മണം അടിക്കുന്ന നെയ്യുടെ ഏത്തപ്പഴത്തിന്റെ എല്ലാം സൂപ്പർ മണം. അതെ അതെ അതെ. കൂട്ടുകാരെ ഞാൻ ഇത് മുറിക്കാൻ വേണ്ടി അച്ഛനെയും അമ്മയും വിളിക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങോട്ട് പോവാം. അപ്പൊ കൂട്ടുകാരെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്യാം. അച്ഛനാണ് കട്ട് ചെയ്യാം. കൂട്ടുകാരെ ഇത് കണ്ട നല്ല ഭംഗിയൊക്കെ ഇല്ലേ? കണ്ട ഇത് കാണുമ്പോ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ ഇത് കട്ട് ചെയ്യാൻ പോയി. അതെ അതെ, എല്ലാവരുടെയും സമ്മതത്തോടു കൂടി അച്ഛൻ കട്ട് ചെയ്യുന്നു. ഒരു പുതിയ പലഹാരം ഇണക്കിയോ അത് എന്നെ കൊണ്ട് കട്ട് ചെയ്യിക്കാൻ തയ്യാറാക്കിയത്. അങ്ങനെ ഏതായാലും പണ്ട് കാലത്ത് ഒത്തിരി കേക്ക് മുറിച്ചൊന്നും ബർത്ത്ഡേ ആഘോഷിച്ചില്ലെങ്കിലും അതെ ഒത്തിരി അതെ അങ്ങനെ 4 പീസാക്കിയാണ് അച്ഛനല്ലേ? 4 പീസാക്കി. അതെ 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 അതെ. ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ ശരണ്യ പീസ് എടുക്കാതെ ഞാൻ എടുക്കണം. ഒരു പീസ് പൊക്കി കാണിച്ചു കൊടുത്ത്. ചൂടുണ്ട്. കണ്ട കണ്ട കൂട്ടുകാരെ, നല്ല ലെയർ ആയിട്ടുള്ള കണ്ട ചൂടാണല്ലേ? അതെ അതെ അതെ. എന്നാ എല്ലാം പീസ് അകത്തി അകത്തി വെച്ച് നോക്കും മക്കളെ. ഒരു പീസ് ഓരോ പീസ് കൂടി ഒന്ന് കട്ട് ചെയ്യാം. എന്നാ അങ്ങനെ കട്ട് ചെയ്യും. കൂട്ടുകാരെ അച്ഛൻ അങ്ങനെ ഇത്രയും പീസ് ആക്കിയിട്ടുണ്ട് അല്ലേ? ഒരെണ്ണം ഒന്ന് എടുത്തേ. കണ്ട കൂട്ടുകാരെ, നല്ല ലെയറോട് കൂടിയല്ലേ? സൂപ്പറായിട്ടാണ് ചെയ്തോണ്ടിരിക്കണം. ആഹാ സൂപ്പർ, അടിപൊളി അടിപൊളി. ചൂടുണ്ട്. അതെ അതെ ചൂടിന്റെ ഒരു ഇത്. അതെ അതെ. ഇനി നമുക്ക് വേണേ ആ ഇല വേണേ മാറ്റിയേക്കാം എന്നല്ലേ? ഇല മാറ്റുമ്പോ അതെ കണ്ടാ കൂട്ടുകാരെ, നല്ല അടിപൊളി ഐറ്റാണ്. കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിന്റെ ഭംഗിയല്ലേ? നമ്മുടെ കൂട്ടുകാരെല്ലാം ഇത് ഉണ്ടാക്കി നോക്കണം. അതെ
കൂട്ടുകാരെ ഇത് നിങ്ങൾക്കും ഒക്കെ ഇണക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ശരണ്യ, എന്തോ ഇത് കണ്ടിട്ട് എനിക്ക് എന്താണ് ഓർമ്മ വന്നെന്നറിയാവോ? എനിക്ക് സമൂസയുടെ ഓർമ്മ വന്നുണ്ട്. എനിക്കതല്ല, വേറെ നമ്മൾ വട്ടയപ്പം ഒരു സംഭവം മേടിക്കൂല, അതിന് ആ ഒരു ക്രീമൊക്കെ വെച്ച മറ്റേ പേരെന്തുവാ? പേരെന്തോ ആയിക്കോട്ടെ. അല്ല ഇതിപ്പോ ശരണ്യ പറഞ്ഞത് ഇത് ബേക്കറിയിലൊക്കെ ഇങ്ങനെ അടുക്കി അലമാരി വെച്ചിട്ട് അത് വെള്ളയുണ്ട്, അരി കൊണ്ട് നടക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഇത് കണ്ടാ കൂട്ടുകാരെ നല്ല രസമുള്ള രീതിക്ക് ഇത് തന്നെ ഡിസൈൻ ഇതുണ്ട്. ഇത് ഏതാണ്ട് നമ്മള് ഈ കൊത്തിപ്പണത്തെ പോലെയാണ്. അതെ അതെ, കാണുമ്പോ തന്നെ കൊതി വരുന്നില്ലേ? ഞങ്ങളൊന്ന് കഴിച്ചു കാണിച്ചാലോ നിങ്ങളെ? എടുത്തോ, എല്ലാരും എടുത്തോ? എല്ലാരും എടുത്തോ. ഞാൻ ഏറ്റവും ലാസ്റ്റ് എടുത്തോ. എനിക്കുള്ള ഒരെണ്ണം അവിടെ വെച്ചേക്കണം കേട്ടാ കൂട്ടുകാരെ. കൂട്ടുകാരെ എന്നല്ല ശരണ്യ. മക്കളെ ഞാൻ കഴിക്കാൻ പോവുകയാണ്. ഇത് ടേസ്റ്റ് നോക്കിയിട്ട് ഞാൻ ഉടനെ വിവരം പറയും. നിങ്ങളെല്ലാവരും ഇത് ഇളക്കണം. അതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം, കഴിക്കണം, നല്ലതാണ്. നല്ല മധുരമൊക്കെ ഉണ്ട് അല്ലേ? നല്ല മധുരമുണ്ട്. അതെ അതെ, നല്ല ടേസ്റ്റാണ്. ആണല്ലേ? കൂട്ടുകാരെ, ഞങ്ങൾ ഒത്തിരി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞങ്ങളുടെ ഈ വീഡിയോ ഇത്രയുള്ളൂ. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കും സുഖം. അപ്പൊ അടുത്ത വീഡിയോയിലേക്ക് വരുന്നവരെ ബൈ.